നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ ഫലാ തുഅയ്യിറുഹു ബിഅംരിൻ ഹുവ ഫീഹി, അയാളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന ചില രഹസ്യങ്ങളുണ്ടാവും, അത് നിങ്ങൾ പറയാൻ പാടില്ല. അയാൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളും അല്ലാഹുവും തമ്മിൽ ചെയ്ത് തീർത്താൽ മതി. അത് വദഅഹു യകൂനു വബാലുഹു അലൈഹി, നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിന്റെ വിപത്ത് അയാൾ അനുഭവിക്കേണ്ടി വരും. വഅജ്റുഹു ലക്, അത് ക്ഷമിച്ചതിന്റെ കൂലിയും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഹബീബായ തങ്ങൾ ആ സ്വഹാബിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കൊടുത്ത ഉപദേശം, വലാ തസുബ്ബന്ന അഹദാ, നിങ്ങൾ ആരെയും ചീത്ത വിളിക്കരുതേ, ആരെയും ചീത്ത വിളിക്കരുത്. ആ സ്വഹാബി പറയാ, ഞാൻ പിന്നെ ഒരു കഴുതയെയോ പൂച്ചയെയോ ഒരു നായയെയോ ഒരു ഒട്ടകത്തെയോ ഒരു മൃഗത്തെ പോലും ഞാൻ ചീത്ത വിളിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ഇതാണ് മുസ്ലിം. ഒരു നിസ്കാരത്തായപ്പോ മാത്രം പോരാ, നമുക്ക് നമ്മുടെ നാവും നമ്മുടെ വാക്കുകളും ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതിവിടുന്നത്, ഏതൊന്ന് പറയാൻ പാടില്ലയോ അത് എഴുതുന്നതും തെറ്റാണ്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല, അവർ കേട്ടതൊരു കാര്യമായിരിക്കും, അതിന്റെ മറുപുറം എന്താണെന്ന് അവർക്കറിയോ. ഇനി അറിഞ്ഞു എന്ന് വിചാരിക്കുക, ആ കേട്ടത് സത്യം തന്നെയാന്ന് വിചാരിക്കുക, ലൗഫുരിയുള്ള അങ്ങനെ സങ്കല്പിക്കുക. എന്നാൽ പോലും ഒരു മനുഷ്യൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പറയാൻ പാടില്ലെന്നാണ്, എഴുതാൻ പാടില്ലെന്നാണ്. അപ്പൊ നാളെ പരലോകത്ത് കണക്ക് കൊടുക്കേണ്ടി വരും.